നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആശയവിനിമയം ഏത് തരത്തിൽ നിന്നാണ് സംഭവിക്കുന്നത്? അത് നമ്മുടെ ആരോഗ്യത്തെ നിശ്ചയിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പാഷൻ, അനുകമ്പ ആരോഗ്യത്തിന് വളരെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് ഇപ്പോൾ മോഡേൺ മെഡിസിനും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. കാർഡിയോളജിയിലായാലും ന്യൂറോളജിയിലായാലും അതുപോലെ ഓങ്കോളജി, ക്യാൻസർ ട്രീറ്റ്മെന്റ് ആയാലും എല്ലാത്തിനും കമ്പാഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പാഷൻ ഹീൽ ചെയ്യുന്നതാണ്. അതിന് ഹീൽ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. നേരെ മറിച്ചിട്ട് സ്ട്രെസ് നമ്മൾ ചുരുങ്ങുമ്പോൾ കമ്പാഷൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയാം. കമ്പാഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് വിശാലമാവും, ഉദാരത വരുന്നു. എല്ലാവരെയും സന്തോഷങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കിയിട്ട് അനുകമ്പയോട് കൂടിയിട്ട് പെരുമാറാൻ സാധിക്കും. ഫീലിങ്സ് തന്നെ മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ സാധിക്കും. വേദനിക്കുക എന്നുള്ളത് നമ്മുടെ ഇന്റൻഷൻ തന്നെയല്ല, അതായിട്ട് മാറുന്നു. അപ്പൊ ഈ ലോകത്തിൽ കൂടുതൽ 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 ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലാവുന്നു നമ്മുടെ മനസ്സ് ഫ്രീ ആവുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഫ്രീഡം ലഭിച്ച മനസ്സിന് നമ്മുടെ തലച്ചോറിന്റെ ഹയർ ഏരിയാസിനെ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ തലച്ചോറിൽ 92% ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്, ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ്? ഹയർ തരത്തിലുള്ള ഈ മനസ്സിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പാഷൻ വേണം, വിശാലത.
ഉൾക്കൊള്ളാനുള്ള കഴിവ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആ തരത്തിൽ ഹയർ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്. അതേക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റിയെ കണ്ടു എന്ന് അനുഭവങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. അവരെൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, അവരെന്നോട് സംസാരിച്ചു, അതിനുശേഷം എൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നു. നമ്മൾ പല സെയിൻസിൻ്റെയും എക്സാമ്പിൾസ് കേട്ടിട്ടുണ്ട്, ഋഷിമാരുടെ എക്സാമ്പിൾസ് കണ്ടു. പ്രത്യക്ഷമായി, ഭഗവാൻ പ്രത്യക്ഷമായി, ഇഷ്ടദേവത പ്രത്യക്ഷമായി എന്നൊക്കെ പറയും. നേരെ വിപരീതമായിട്ടുള്ളതുണ്ട്. മനസ്സിനെ സങ്കുചിതമാക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. നമ്മളുടെ മനസ്സിനെ കൺട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള പേഴ്സണാലിറ്റീസ് നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെയുള്ള വർഷിപ്സ് നമ്മുടെ ഇടയിലുണ്ട്. ദ്രോഹിക്കാൻ, ഇഞ്ചുറി ചെയ്യാനുള്ള വർഷിപ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. കുട്ടിച്ചാത്തൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇഞ്ചുറി ചെയ്യാൻ. അപ്പൊ നമ്മുടെ ലോവർ ഇൻസ്റ്റിങ്സിനെയാണ് അത് കാണിക്കുന്നത്. നമ്മൾ സങ്കുചിതമാവണം. അപ്പൊ മനസ്സിന് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖല കുറയുന്നു. ശരിക്കും ഒരു സ്ട്രെസ്സിന്റെ അനുഭവമാണ് അതെല്ലാം. രണ്ടും സ്പിരിച്വാലിറ്റിയാണ് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാര്. ഇത് രണ്ടും മനസ്സിന്റെ രണ്ട് ലെവൽസാണ്. പക്ഷെ ശരിക്കും നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് മനസ്സിലാക്കുന്നത് മനസ്സിന്റെ എലിവേഷനാണ്. നമ്മുടെ കമ്പാഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് മാത്രമേ, വിനയം ഡെവലപ്പ് ചെയ്യുന്നത് മാത്രമേ അതിനെ സ്പിരിച്വാലിറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ആവാണ്, ഞാൻ സങ്കുചിതമാവാണ്. അങ്ങനെ സങ്കുചിതമായിരിക്കുന്ന മനസ്സിന് പ്രകടമാവാൻ അത് വഴികൾ കണ്ടെത്തും. സ്വാർത്ഥമായിട്ടുള്ള മനസ്സ്, ആർക്കും നൽകാൻ തയ്യാറല്ലാതെ എപ്പോഴും എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് കിട്ടണം എന്നുള്ള ചിന്ത. മരുന്നുകൾ കഴിക്കണ്ടാവും, എൻ്റെ ആരോഗ്യത്തിനുണ്ട്, മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കേണ്ട, എൻ്റെ ആരോഗ്യം നിലനിർത്തണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയാലും കൂടിയും ക്യൂ മറികടന്നിട്ട് എൻ്റെ കാര്യം ശ്രദ്ധിക്കണം, ബഹളം വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അവരെപ്പോഴും സ്ട്രെസ്ഡ് ആണ്. അവരെന്തിനാണ് അവിടെ വന്നിരിക്കുന്നത്? ശരീരത്തിന്റെ രോഗം തൽക്കാലമായിട്ട് മാറിയെന്ന് വരാം, പക്ഷെ അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഈ സങ്കുചിതാവസ്ഥ മാറിയില്ലെങ്കിൽ വേറൊരു രീതിയിലൂടെ അത് പ്രകടമാവും. പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന, കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന, പ്രഷറിൽ വെച്ചിരിക്കുന്ന ഒരു എന്താ പറയുക ശക്തി ആയിട്ട് നമുക്ക് കാണാം. അത് എവിടെക്കൂടെങ്കിലും അത് പ്രകടമാവും. ചിലപ്പോൾ അത് കണ്ണിലൂടെ, കണ്ണിന്റെ രോഗങ്ങളായിട്ട് പല രോഗങ്ങളുണ്ട് കണ്ണിൽ. ചിലപ്പോൾ ചെവിയിലൂടെ ബാലൻസ് തെറ്റുക, ചിലർക്ക് ഹാർട്ടിലൂടെ, ചിലർക്ക് സ്കിന്നിലൂടെ, സ്കിന്നിന്റെ കളർ ഡിഫറൻസസ്, ചിലർക്ക് മുടി കൊഴിച്ചിൽ, ചിലർക്ക് സെക്ഷൽ ഓർഗാൻസ് ഇമ്പോർട്ടൻസ്, ചിലർക്ക് നെർവ് പ്രോബ്ലംസ്, ചിലർക്ക് കോശങ്ങൾ, പറഞ്ഞാൽ കേൾക്കാത്ത കോശങ്ങൾ, അതാണ് ക്യാൻസർ എന്ന് പറഞ്ഞു. അത് സെൻട്രൽ ഏജൻസിയിൽ നിന്ന് കണക്റ്റഡ് അല്ല, അത്രയും സങ്കുചിതമാണ്. പല സ്ഥലത്തേക്ക് നമുക്ക് ശ്രദ്ധ തന്നെ പോകുന്നില്ല, ലോകത്തേക്ക് ശ്രദ്ധ പോകുന്നില്ല. പിന്നെ ശരീരത്തിലെ പല ഭാഗങ്ങളും തോന്നിയ മാതിരി പണിയെടുക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് നമ്മുടെ വീടോ രാജ്യമോ, ഇങ്ങനെയുള്ള രാജ്യത്തിനെ പറ്റി ചിന്തിച്ചു നോക്കാം. അല്ലെങ്കിൽ ഒരു വീട്, ഒരു വളരെ സ്വാർത്ഥത നിറഞ്ഞുള്ള ഒരാളാണ് അത് ഭരിക്കണമെന്ന് ആലോചിച്ച് നോക്കും. അവർ പ്രസൻസിൽ എല്ലാവരും പറഞ്ഞു കേൾക്കണമെന്ന് തോന്നും, പക്ഷെ അവരില്ലെങ്കിൽ തോന്നിയ മാതിരിയാണ് പെരുമാറുക, കൺട്രോൾ ഉണ്ടാവില്ല. അതുപോലെ കോശങ്ങളും തോന്നിയ മാതിരി പെരുമാറുണ്ടാവും. അപ്പൊ രോഗങ്ങൾ പ്രകടമാവുന്നതിന് അത്ഭുതമില്ല. ഒരു രോഗം മാറി എന്ന് വിചാരിക്കുമ്പോൾ വേറെ രോഗമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. അവരാ സ്ട്രെസ് അത് പുറത്തേക്ക് വരണ്ടേ. ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ മനസ്സിന്റെ പ്രഷറായിട്ട്, സ്കിൻ ഡിസീസായിട്ട് അല്ലെങ്കിൽ ബോഡി ഡിസീസായിട്ട് മാനിഫെസ്റ്റ് ആയില്ലെങ്കിൽ മനസ്സിന്റെ പ്രശ്നങ്ങളായിട്ട് മാറും. ഇംബാലൻസ്. പലരും മാനസിക രോഗാശുപത്രിയിലേക്ക് പോകും. ചിലര് മനസ്സ് ഉപയോഗിക്കാൻ പറ്റാതെ ഓർമ്മക്കുറവ് സംഭവിച്ച് ഇരിക്കുന്നത് കാണാം. അപ്പൊ ഇതൊക്കെ ഈ തരത്തില് കമ്പാഷൻ ഇല്ലാതെ ഏതോ ഒരു കാലത്ത് നമ്മൾ കാണിച്ചിട്ടുള്ള ഈ മനസ്സിന്റെ സങ്കുചിതാവസ്ഥ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ മോഡറേഷൻ വളർന്നു വരുമ്പോൾ, മിതത്വം വളർന്നു വരുമ്പോൾ, മനസ്സിന്റെ വികാസം സംഭവിക്കുമ്പോൾ, ആദ്യത്തെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡിയുടെ ആ ഹെൽത്ത്, ആ ഊർജം. ശരീരത്തിൽ പ്രായം കൊണ്ടുള്ള അസുഖങ്ങൾ ഉണ്ടായി എന്ന് വരാം, പക്ഷെ ആ ഊർജത്തിന് കുറവുണ്ടാവില്ല. അങ്ങനെ ആളുടെ മുഖം നോക്കിയാൽ തന്നെ അറിയാം, വളരെ ഹാപ്പിയാണ്, എനർജറ്റിക് ആണ്, എപ്പോഴും നൽകാൻ തയ്യാറാണ്, എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവും. അങ്ങനെ ഒരാളെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. ജീസസ് ക്രൈസ്റ്റിന് ഉദാഹരണം എടുക്കാം. അദ്ദേഹത്തെ ക്രൂസിഫൈ ചെയ്തവരെല്ലാവരും തോറ്റുപോയി ശരിക്കും.
മഹാത്മാഗാന്ധിജിയുടെ ഉദാഹരണം. അദ്ദേഹത്തെ വധിച്ച ആളാണ് തോറ്റുപോയത്. അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നു. അപ്പോ നമ്മുടെ മനസ്സിന്റെ ഈ തരത്തിലുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ, കമ്പാഷനിലൂടെ ലഭിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഭയത്തുനിന്ന് മോചിതരാവുന്നു. ഇത് തന്നെയല്ലേ അമരത്വം എന്ന് പറയുന്നത്. മൃത്യുവിനെ പറ്റിയുള്ള ചിന്ത ഇല്ലാതെ മാറുന്നു. കാരണം എപ്പോഴും എല്ലായിടത്തും എൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു കമ്പാഷൻ ഉണ്ടാകുമ്പോൾ. നമ്മൾ എല്ലാവരിലൂടെയും ജീവിക്കാൻ സാധിക്കുന്ന ഒരു തരത്തിലേക്ക് വളരുന്നു. ഇതൊക്കെ ഒരു ആധ്യാത്മിക സാധനയുടെ എഫക്ട്സുകളാണ്. വീണ്ടും എല്ലാവരെയും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഹാർട്ട്ഫുൾ ആവാം. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ഈ ലോകത്തിൽ വളരെയധികം ആവശ്യമാണ്. ലോകം അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ, ശരീരത്തിൻ്റെ ആയാലും രാജ്യങ്ങളുടെ ആയാലും ലോകത്തിൻ്റെ ആയാലും, ഈ തരത്തിൽ കമ്പാഷൻ ഇല്ലാതെ പെരുമാറുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ ലോകത്തിൽ നിറയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷൻ്റെ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.